മോൾക്ക് കടന്നു വരുമ്പോ മോൾക്കൂടെ കടന്നു വരുമ്പോ എന്തൊക്കെ അസ്വസ്ഥതാണെന്നും വല്ലാത്ത പ്രയാസമായിരുന്നു. എന്തെന്ന് വെച്ചാൽ എനിക്ക് വേറെ ആളോട് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ലാത്ത വലിയൊരു മാനസിക വിഷമത്തിലായിരുന്നു ഞാനിവിടെ കടന്നു വന്നത്. എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദർ ഇവിടെ പ്രസവിക്കുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പൈശാചിക ശക്തി എന്നെ നരട്ട് നടന്നത് എനിക്ക് മനസ്സിലായി. ആരോട് പറയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു വിഷമം. ഹസ്ബൻഡിനെ തന്നെ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തീർച്ചയായിട്ടും തന്നെ എനിക്ക് കാലിനകത്ത് വലിയൊരു വ്രണം പോലെ ഉണ്ടായിട്ട് അത് കരിയുന്നില്ല. ഡോക്ടർമാരെ കണ്ട് മരുന്ന് മേടിച്ച് കൊടുത്തു. ഞങ്ങളുടെ വീട് പണി തുടങ്ങിയപ്പോൾ തന്നെ ഹസ്ബൻഡിന് വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു വശം മുള്ള തളർന്നു, ഈ ഒരു കണ്ണൊക്കെ നഷ്ടപ്പെട്ടു. ആളെ തന്നെ എഴുതിയിട്ടാണ് ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടായിരുന്നു ഞാൻ വരുന്നത്. എനിക്ക് പ്രാർത്ഥന കൂടണം. എന്നെ ബ്രദർ വിളിച്ചിട്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടാൻ വരും. എനിക്ക് എന്ത് ചങ്കിന് വിഷമമുണ്ടെങ്കിലും ഞാൻ വരും. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കർത്താവേ യേശുവിനോട് വരും, എന്നെ കാത്തോളണേ. ഞാൻ അവിടെ വന്ന് ഈ പ്രാർത്ഥന കൊള്ളട്ടെ. ഈ ബ്രദറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദറെ ഞാൻ ആ ബ്രദറിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഞാൻ വരും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കിത് പറയണം, എനിക്കൊരു മറുപടി കിട്ടണം, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നത്തിലുമാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. എന്നാലും ഇവിടെ വന്ന് എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥനയായിരിക്കും. ദൈവം എന്നെ ഉൾക്കൊണ്ടു എന്ന് തോന്നുന്നു. എൻ്റെ കർത്താവായ യേശുവിന് ഞാൻ നന്ദി പറഞ്ഞു. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായിരുന്നോ വരുമ്പോ? ഹാർട്ടിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു? എന്തോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ ഒരു ബോൾ എൻ്റെ ചങ്കിനകത്ത് വന്നിരിക്കുക. താഴോട്ടും പോകില്ല, മേളിലോട്ടും വരില്ല. വലിയ പ്രയാസം എൻ്റെ ചങ്കിനകത്ത്. പിന്നെ ഇയർ ബാലൻസ് തെറ്റുന്നവരെ 2-3 ദിവസം തലകറങ്ങി താഴെ വീണു. ഹോസ്പിറ്റലിൽ പോയി കൂടി വിളിച്ചു. ഡോക്ടറോട് എനിക്ക് ഇയർ ബാലൻസ് തെറ്റുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഇയർ ബാലൻസ് തെറ്റിയില്ല. കർത്താവായ യേശുവാണ് സത്യം. എനിക്കിനി ഒന്നും ഒരു അസുഖവും ഉണ്ടാവില്ല. എൻ്റെ ഇയർ ബാലൻസ് തെറ്റില്ല. എനിക്ക് ഭയങ്കര ഷുഗർ പേഷ്യൻ്റാണ്. എൻ്റെ ഷുഗർ നോർമലാകും. എനിക്ക് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നന്ദി പറയുന്നു. ഇനി ഞാൻ എൻ്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ ജീവിക്കും. എന്റെ ജീവിതം മുഴുവൻ ഞാൻ കർത്താവിനായി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്നീ നിമിഷം തൊട്ട് ഞാൻ കർത്താവിന്റെ മകളായി ജീവിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെയുള്ള ബോള് പോലെ ഇപ്പൊ ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ